ഓക്കെ, നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഇനി എല്ലാവരും സ്ക്രീൻ ജസ്റ്റ് ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം SAP-യിൽ നമ്മൾ ചെയ്തത് എന്റർപ്രൈസ് സ്ട്രക്ചർ കോൺഫിഗറേഷൻ ആയിരുന്നു. അതായത് നിങ്ങൾ എല്ലാവരും കുഴപ്പമില്ലാതെ സിസ്റ്റത്തിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കമ്പനി, മെയിൻ കമ്പനി കോഡ്, പിന്നെ അതിന്റെ അസൈൻമെന്റ് വരെയെങ്കിലും ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ട ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് കുറച്ച് പേരെങ്കിലും ആ SM12 യൂസ് ചെയ്തിട്ട് ഒന്ന് അൺലോക്ക് ഒക്കെ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതൊക്കെയാണ് പ്രോഗ്രസ് എന്ന് പറയുന്നത്. അപ്പൊ ആ രീതിയിൽ നിങ്ങൾ എല്ലാവരും സക്സസ്ഫുൾ ആണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ പിന്നീട് ഡിസ്കസ് ചെയ്തത് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു കൺസെപ്റ്റ് ആയിരുന്നു. OB13 എന്ന് പറഞ്ഞൊരു T കോഡിലായിരുന്നു ആ ഒരു അക്കൗണ്ട് ഗ്രൂപ്പ് കോൺഫിഗറേഷൻ ചെയ്തത്. ഓക്കെ, അപ്പോ അതിനിടക്ക് ഷഹൽ എവിടെ ഉണ്ട്? ഓക്കെ, ഷഹൽ എന്നോട് ചോദിച്ച ഒരു കാര്യമായിരുന്നു, എന്തായിരുന്നു കമ്പനി കോഡ്. അതായത് ചെയ്യുന്ന കാര്യം, അതായത് ഈ സംഭവമൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത് എന്തിനാണ്, അത് നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിക്കണം. അതായത് ഇപ്പൊ ഷഹൽ ചോദിച്ച പോലെ ശരിക്കും പറയാം, നിങ്ങൾ എല്ലാവരും നിങ്ങളോട് ചോദിക്കണം. ഇനി നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് ചോദിക്കാം. അതായത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും നാൾ ചെയ്ത കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളുടെ കമ്പനി എന്ന് പറയുന്നത് പുറത്താണ്, സോഫ്റ്റ്വെയറിന്റെ അകത്തല്ല. പുറത്തിരിക്കുന്ന കമ്പനിയുടെ ഡാറ്റേനെ സോഫ്റ്റ്വെയറിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അതാണ് നിങ്ങൾ ഇത്രയും ദിവസങ്ങളായിട്ട് ചെയ്തത്. ചെയറിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ ആ ചെയർ മാറ്റിക്കോ, വെറുതെ റിസ്ക് എടുക്കണ്ടല്ലോ. ചെയർ ഒന്ന് അവിടെ നിന്ന് എടുത്താൽ മതി. ഈ മെയിൻ കമ്പനി കോഡ് അസൈൻമെന്റ് അതുവരെ എല്ലാവർക്കും ഓക്കെ ആണല്ലോ. ഇനി ബിസിനസ് ഏരിയ എന്ന് പറയുന്ന കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ കമ്പനി കോഡിന്റെ താഴെ വരുന്ന സെഗ്മെന്റ്സിനെയാണ് ബിസിനസ് ഏരിയ എന്ന് പറഞ്ഞിരുന്നത്. ഇതാണ് നിങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത ടാസ്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് DDRC അഖിലസ്. ഇത് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള കമ്പനി ഡാറ്റാസ് തന്നെയാണ്. അതായത് നിങ്ങൾ പുറത്ത് നോക്കിക്കഴിഞ്ഞ DDRC എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ലാബാണ്. അപ്പൊ അത് DDRC അഖിലസ് എന്ന് പറഞ്ഞ ഒരു ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിന്റെ താഴെ പല പല സ്ഥലങ്ങളിലായിട്ട് അവർക്ക് ലാബുകൾ ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെയാണ്, അങ്ങനെയുള്ള സെഗ്മെന്റ്സിനെയാണ് കമ്പനി കോഡ് എന്ന് പറയുന്നത്. ഇനി ഓരോ സെഗ്മെന്റിനെയും അതിന്റെ താഴെയുള്ള സബ് ഡിവിഷൻസിനെയാണ് നമ്മൾ ബിസിനസ് ഏരിയ എന്ന് പറഞ്ഞു പോയത്. അപ്പോൾ മെയിൻ കമ്പനി കോഡ്, ബിസിനസ് ഏരിയ, ആ രീതിയിലാണ് SAP-യിൽ ഹൈറാർക്കി വരുന്നത്, ക്ലാസിഫിക്കേഷൻ വരുന്നത്. ഇങ്ങനെ നിങ്ങളിപ്പോ ചെയ്തിട്ടുള്ളത്, ഇതിപ്പോ എന്റെ സിസ്റ്റത്തിലുള്ള ഒരു വേർഡ് ഫയലാണ്. അതായത് ഈ ഒരു വേർഡ് ഫയലിൽ ഇങ്ങനെ ഒരു ഇമേജ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ താഴത്തേക്ക് പോകുമ്പോൾ, സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ അടുത്ത ഇമേജ് കാണാം. അതിന്റെ താഴത്തേക്ക് സ്ക്രോൾ ചെയ്ത് പോകുമ്പോൾ ഓക്കെ, അടുത്ത ഇമേജ് കാണാം. ഇതേപോലെ തന്നെയാണ് നിങ്ങൾ സെർവറിലും ചെയ്തു വെച്ചിട്ടുള്ളത്. അതായത് നിങ്ങൾ എല്ലാവരും ഓരോ ടീം വൈസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വലി പല പല കമ്പനികൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോ ഈ കമ്പനികളെല്ലാവരും സെർവറിന്റെ അകത്ത് എപ്പോഴും ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ യൂസർ ID വാലിഡിറ്റി കഴിയുന്നത് വരെ നിങ്ങൾക്ക് എപ്പോഴും എടുക്കാൻ പറ്റും. ഇനി കഴിഞ്ഞ ദിവസം വിന്നി ഉണ്ടോ അവിടെ? വിന്നി ചോദിച്ച ഒരു കാര്യമാണ്. അതായത് ഇവിടെ ഈ ഒരു കമ്പനിയിൽ സപ്പോസ് ഈ ഒരു റേഞ്ച് കൊടുക്കാൻ മറന്നുപോയി. അതായത് ഈ റേഞ്ച് നേരത്തെ ഇവിടെ 2 റേഞ്ച് ഉണ്ടായിരുന്നു, റേഞ്ച് 1, റേഞ്ച് 2 അവിടെ കിടപ്പുണ്ടായിരുന്നു. അതായത് ഇവിടെ എറണാകുളത്തിന്റെ താഴെ റേഞ്ച് 1ഉം റേഞ്ച് 2ഉം കിടപ്പുണ്ട്. ഈ റേഞ്ച് 2 കൊടുത്തില്ല. അതായത് ഒരു റേഞ്ചിൽ എത്തി നിന്നു എന്ന് വിചാരിക്കുക. അതായത് ഒരു കമ്പോണന്റ് കൊടുത്തില്ല, ഒരു പാർട്ട് കൊടുത്തില്ല. എന്നിട്ട് അത് ഓർക്കാതെ ബാക്കി കമ്പനിയൊക്കെ ക്രിയേറ്റ് ചെയ്ത് അപ്ലക്സസിലേക്ക് പോയി അതിന്റെ കോൺഫിഗറേഷൻ ചെയ്ത്, പിന്നെ അത് കഴിഞ്ഞിട്ട് പ്രൈമസിലേക്ക് പോയി അതിന്റെ സെറ്റിംഗ് ചെയ്ത്. ഓക്കെ, അപ്പോഴാണ് പിന്നീട് ഓർമ്മ വന്നത് ആ ഒരു സെഗ്മെന്റ് ചെയ്തിട്ടില്ല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ നമ്മൾ വേർഡിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് ഇത് ക്ലിക്ക് ചെയ്യാം. ഇവിടെ പോയി ടെക്സ്റ്റ് പെയിൻ എടുത്ത് ഇവിടെ നിന്ന് ഒന്ന് എന്റർ കീ പ്രസ് ചെയ്യും, അടുത്ത കാര്യം വരും. റേഞ്ച് 2 എന്ന് പറയുന്ന കാര്യം അവിടെ ആഡ് ആയി. അതായത് ഇല്ലാത്തൊരു കാര്യത്തിനെ നമുക്ക് ആഡ് ചെയ്യാൻ. അതായത് ഇത് സോഫ്റ്റ്വെയർ ആണ്, ഇതിൽ മിക്ക നിങ്ങളുടെ ഇമാജിനേഷനിലുള്ള കുറെ കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ്. അതായത് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തില്ല,
മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് സൊല്യൂഷൻ ഈ സോഫ്റ്റ്വെയർ തരും. അതായത് അതിനു വേണ്ടിയിട്ടാണ്, അതായത് നമ്മൾക്ക് ഹ്യൂമൻ ബീങ്സിന് എറേഴ്സ് സംഭവിക്കും, നമുക്ക് തെറ്റ് പറ്റും. അപ്പൊ തെറ്റ് പറ്റുമെന്ന് മനസ്സിലാക്കിയിട്ടാണ് മിക്ക സോഫ്റ്റ്വെയറുകളും ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ വേഡിൽ ഈ സംഭവം പോസിബിൾ ആണെങ്കിൽ SAP-യിലും പോസിബിൾ ആണ്. അപ്പൊ SAP-യിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒരു കാര്യം ഉണ്ടാക്കാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും ആ സോഫ്റ്റ്വെയർ എടുക്കുക, ക്രിയേറ്റ് ചെയ്യുക, അത്രയും കാര്യം ചെയ്താൽ മതി. അതായത് ആ രീതിയിൽ സോഫ്റ്റ്വെയറിനെ കാണാം. ഇതൊരു SAP എന്ന് പറയുന്നതൊക്കെ സിമ്പിൾ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ ആണ്. ആൾക്കാർ വെറുതെ ഹൈപ്പ് കൊടുത്തിട്ട് ഒരു ഹൈപ്പിലായതും പിന്നെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയി പോയതാണ് ഈ ഐഫോൺ പോലെ. നമ്മൾ ആൻഡ്രോയിഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഐഫോണിൽ ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതിൻ്റെതായിട്ടുള്ള കുറെ ഫീച്ചറുകൾ ഉണ്ട്. അതായത് ഇപ്പൊ ഐഫോണിൽ നമ്മൾ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ കിട്ടും, അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ല ക്വാളിറ്റി കിട്ടും. അതേപോലെ തന്നെ കുറച്ച് ഫീച്ചറും ഈ സോഫ്റ്റ്വെയറിനുണ്ട്, അതിൻ്റെ ആയിട്ടുള്ള ബെനിഫിറ്റുകൾ ഉണ്ട്. പക്ഷെ പഠിക്കാൻ എളുപ്പമാണ്. എല്ലാ സോഫ്റ്റ്വെയറും പോലെ തന്നെ ഉള്ളൂ ഒരു സോഫ്റ്റ്വെയർ, അത്രേ ഉള്ളൂ ഈ സോഫ്റ്റ്വെയർ. ഇനി ഇപ്പൊ കഴിഞ്ഞ ദിവസം എല്ലാവരോടും ഈ ബിസിനസ് ഏരിയ വരെ ക്രിയേറ്റ് ചെയ്യാനായിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഇനി ഇവിടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കിടപ്പുണ്ട്. ജസ്റ്റ് ഒന്ന് ഞാൻ SAP സെർവറിലേക്ക് പോയാണ്. കഴിഞ്ഞ ദിവസം ചെയ്ത കാര്യങ്ങള് ജസ്റ്റ് ഒന്ന് ഞാൻ കൂടി ചെയ്യാം. അതായത് ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും DDRC അഖിലസ് എന്ന് പറഞ്ഞ കമ്പനി ഉണ്ടല്ലോ, എല്ലാവർക്കും ഉണ്ടല്ലോ ആ ഒരു കമ്പനി. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി മുതൽ ആ ഒരു കമ്പനി ആയിട്ട് തന്നെ മൂവ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് പല കമ്പനി കോഡ് ഉണ്ടാവും. അപ്പൊ തൽക്കാലം ഞാൻ ജസ്റ്റ് കുറച്ച് കോഡുകൾ മാത്രം കൊടുക്കുന്നുള്ളൂ. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്തത് ഇങ്ങനെ ഒരു മെയിൻ കമ്പനി ക്രിയേറ്റ് ചെയ്തു. അതിനിപ്പോ ഞാൻ കൊടുത്ത കോഡ് DDLB ആണ്. ആ കോഡ് നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റില്ല. നോക്കാം. ഇനി കൺട്രി കോഡ്, ലാംഗ്വേജ്, കറൻസി സേവ് ചെയ്തു. അങ്ങനെ മെയിൻ കമ്പനി ക്രിയേറ്റ് ചെയ്തു. ഇനി നിങ്ങൾ DDRCക്ക് താഴെ എറണാകുളം, കോഴിക്കോട്, കണ്ണൂർ, തൃശ്ശൂർ, പിന്നെന്താണ്, ഓക്കെ, അതോടെ തീർന്നു. അങ്ങനെ പല കമ്പനി കോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പൊ തൽക്കാലം സമയം ലാഭിക്കാനായിട്ട് ഞാനൊരു എറണാകുളം മാത്രം ക്രിയേറ്റ് ചെയ്യണുള്ളൂ. അപ്പോൾ അതിന് കമ്പനി കോഡ് എന്ന് പറയുന്നത് OX02 എന്നുള്ള ഡി കോഡിലാണ്. ന്യൂ എൻട്രീസിൽ പോയി DDLB എന്നുള്ള ഡി കോഡ് തന്നെ യൂസ് ചെയ്യണം. ഇനി ക്രിയേറ്റ് ചെയ്യുന്ന കോഡുകൾ അപ്പൊ തന്നെ എവിടെയെങ്കിലും എഴുതി വെച്ചേക്കാം, കാരണം മറന്നു. ഓക്കെ, DDRC എറണാകുളം, കൺട്രി, കറൻസി, ലാംഗ്വേജ്, ഓക്കെ. അപ്പൊ കമ്പനി കോഡുമായി. ഇനി നെക്സ്റ്റ് ഇതെല്ലാം കൂടി ഒറ്റ കുടക്കീഴിലാണ് എന്നുള്ള രീതിയിൽ അസൈൻമെന്റ് ചെയ്യണം. അതാണ് നെക്സ്റ്റ് പെൻഡിങ് സ്റ്റെപ്പ്. OX16 DDLB. ഓക്കെ, അപ്പൊ DDRC എറണാകുളത്തിന് DDLB എന്ന് പറഞ്ഞ DDRC അഖിലസ് എന്ന് പറഞ്ഞ മെയിൻ കമ്പനി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ട്. അതും സേവ് ചെയ്തു. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇനി ചെയ്യേണ്ടത്, നമുക്ക് എല്ലാ കമ്പനി കോഡിലും കൂടി വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം ഓരോ കമ്പനി കോഡിന്റെയും സെറ്റിംഗ് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇനിയിപ്പോ ചിന്തിക്കേണ്ടത്, നിങ്ങൾ എല്ലാവരും DDRC എറണാകുളത്തിലെ സ്റ്റാഫാണ്. അതായത് ആ ഒരു കമ്പനിയിലെ CP കൺസൾട്ടന്റ് ആണ് നിങ്ങൾ. ആ ഒരു രീതിയിൽ ചിന്തിക്കുക. അപ്പോ DDRC എറണാകുളത്തിന് താഴെ റേഞ്ച് 1, റേഞ്ച് 2 എന്നുള്ള 2 ബിസിനസ് ഏരിയ ഉണ്ട്. അപ്പോ ആ ഒരു ബിസിനസ് ഏരിയയും കൂടി ഒന്ന് ക്രിയേറ്റ് ചെയ്യുക. ബിസിനസ് ഏരിയ, അപ്പൊ DDL1 എന്നുള്ള കോഡ് കൊടുക്കുകയാണ് ഫസ്റ്റ് ബിസിനസ് ഏരിയക്ക്. സെക്കൻഡ് ബിസിനസ് ഏരിയക്ക് DDL2 എന്നുള്ള കോഡ് കൊടുക്കാം.
ബിസിനസ് ഏരിയ ക്രിയേറ്റ് ചെയ്തത് OX03 എന്ന് പറഞ്ഞ കോഡിലാണ്. ഇൻവെന്ററീസ് കൊടുത്തു കഴിഞ്ഞാൽ റേഞ്ച് 1 റേഞ്ച് 2 അതാണ് നമുക്ക് വേണ്ടത്. സോ റേഞ്ച് 1 റേഞ്ച് 2 അങ്ങനെ ബിസിനസ് ഏരിയ ക്രിയേറ്റ് ആയി. ഇതാണ് ശരിക്കും ഇന്നലെ നിങ്ങൾ ചെയ്തത്. ഓക്കെ, കമ്പനി കോഡ്, മെയിൻ കമ്പനി, പിന്നെ അതിന്റെ അസൈൻമെന്റ്, പിന്നെ ഒരു ബിസിനസ് ഏരിയ, ഇത്തരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ ഈ ഒരു ഇമേജില് ഇപ്പൊ 29th May ഓക്കെ, ഈ ഒരു ഇമേജിലെ കുറച്ച് കമ്പോണന്റുകൾ ഞാനിപ്പോ ഒന്ന് ഡിലീറ്റ് ചെയ്യണം. ഇനി മുതൽ നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് ഇത്രയും കാര്യങ്ങൾ മതി. നിങ്ങൾ അസൈൻമെന്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും അതിനെപ്പറ്റി മൈൻഡ് ചെയ്യണ്ട, അതായത് വേറെ ആരെങ്കിലും നോക്കിക്കോളൂന്ന് നിങ്ങൾ ചിന്തിക്കുക. അതായത് പിന്നെ കുറച്ച് പേരുടെ അസൈൻമെന്റ് മാർക്ക് കിടപ്പുണ്ടായിരുന്നു, അതൊന്ന് കറക്റ്റ് ചെയ്യാതെ ആരുടെയൊക്കെയാണ് മാറി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ആരുടെയൊക്കെ നോക്കിയിട്ടുണ്ടായിരുന്നില്ല, അത് നമുക്ക് നോക്കാം എന്ന്. ഓക്കെ, അപ്പോ നിങ്ങൾ ഈ ഒരു രീതിയിൽ ചിന്തിക്കുക. നിങ്ങൾ വർക്ക് ചെയ്യുന്ന DDRC അഖിലസ് എന്ന് പറഞ്ഞ കമ്പനിയിൽ, DDRC എറണാകുളം എന്ന് പറഞ്ഞ കമ്പനി കൂടുതലാണ് നിങ്ങൾ വർക്ക് ചെയ്യുന്നത്. ഇനി അതിന്റെ താഴെ 2 ഗ്രൂപ്പുകളുണ്ട്. ഇനി ഈ ഒരു കമ്പനിയിൽ നിങ്ങൾ അക്കൗണ്ടിങ് ഫീൽഡിലാണ് വർക്ക് ചെയ്യാൻ പോകുന്നത്. അക്കൗണ്ടന്റ് എന്ന് പറഞ്ഞ ഒരു ഡെസിഗ്നേഷൻ ആണ് നിങ്ങൾ അക്കൗണ്ടിങ് ആയിട്ട് ബന്ധപ്പെട്ട് കേൾക്കുന്നത്. അപ്പോ ഈ അക്കൗണ്ട് എന്ന് പറഞ്ഞ വാക്ക് നമുക്കിനി ഇടക്കിടക്ക് കേൾക്കേണ്ടി വരും. സോ ഒരു ഫിക്കോ കൺസൾട്ടന്റ് അല്ലെങ്കിൽ ആസ് ദ FICO consultant, you are required to configure account groups. ഓക്കെ, ഒരു അക്കൗണ്ട് ഗ്രൂപ്പുകൾ നമ്മൾ തന്നെ കോൺഫിഗർ ചെയ്ത് വെക്കണം. ഈ അക്കൗണ്ട് ഗ്രൂപ്പുകൾ എന്താണെന്ന് കഴിഞ്ഞ ദിവസം ഒന്ന് പറഞ്ഞു വിട്ടുണ്ടായിരുന്നു. ബിസിനസ്സിൽ അക്കൗണ്ടന്റിന്റെ കയ്യിൽ ഉണ്ടാവുന്നത് ഇഷ്ടംപോലെ അക്കൗണ്ടുകളായിരിക്കും. ആ അക്കൗണ്ടുകളെ തന്നെ അയാള് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഇപ്പോ അക്കൗണ്ട് ഗ്രൂപ്പ്സിനെ തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഫസ്റ്റ് ഗ്രൂപ്പിനെ മേജർ ഗ്രൂപ്പ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ SIPയുടെ ലാംഗ്വേജിൽ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇനി സബ് ഗ്രൂപ്പിനെ സബ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നാണ് SIPയുടെ ലാംഗ്വേജിൽ പറയുന്നത്. അപ്പൊ നമുക്കൊരു അക്കൗണ്ടുകളെ 2ആയിട്ട് തരംതിരിക്കും. ഒന്ന് മേജർ ആയിട്ടുള്ള ഗ്രൂപ്പുകളും പിന്നെ സബ് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. ഇനി ഈ മേജർ ഗ്രൂപ്പിൽ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. മേജർ ഗ്രൂപ്പിൽ വരുന്നതാണ് ഒരു അക്കൗണ്ടന്റിന് എന്ത് വന്നാലും കമ്പനിയിലെ അസറ്റുകൾ അല്ലെങ്കിൽ സ്വത്തുക്കളെ മാനേജ് ചെയ്യേണ്ടി വരും. പിന്നെ ബാധ്യതകളുണ്ട്. അസറ്റിന് നേരെ ഓപ്പോസിറ്റ് ആണ് ബാധ്യത, ലൈബിലിറ്റി ഉണ്ടാവും. ഇനി നെക്സ്റ്റ് ഉണ്ടാവുന്നതാണ് എക്സ്പെൻസുകൾ ഉണ്ടാകും, പിന്നെ ഇൻകംസ് ഉണ്ടാകും. ഓക്കെ, അപ്പോ ഈ ഒരു ഇമേജ് ഒന്ന് നോക്കാം. നമ്മള് മേജർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളതിന്റെ സബ്, അതായത് ഈ ലൈൻ ഇങ്ങനെ വന്നിട്ടുള്ളത് നേരെ അസറ്റ്, ലൈബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം. മേജർ ഗ്രൂപ്പിന്റെ താഴെ ഇത്രയും ഡിവിഷൻസ് ഉണ്ട്. ഓക്കെ, ഇനി അപ്പോ സബ് ഗ്രൂപ്പ് എന്നുള്ളൊരു കാര്യം ഇവിടെ കിടപ്പുണ്ട്. അതെന്താന്ന് നോക്കാം. ഈ സബ് ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ മേജർ ഗ്രൂപ്പിന്റെ താഴെ വരുന്ന കാര്യമാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അസറ്റിന്റെ താഴെ ഇവര് കറണ്ട് അസറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യും, പിന്നെ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞ് ഡിവൈഡ് ചെയ്യും. ഓക്കെ, തൽക്കാലം ഇത് നമുക്ക് അടുത്തൊരു ചാർട്ടിലേക്ക് ആക്കാം.
ഓക്കെ. അപ്പൊ സബ് ഗ്രൂപ്പിനെ കറണ്ട് അസറ്റ് ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അതേപോലെ തന്നെ ലൈബിലിറ്റിനെ തന്നെ ഇക്വിറ്റി, കറണ്ട് ലൈബിലിറ്റി എന്ന് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഇനി എക്സ്പെൻസിനെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഇൻകത്തിനെയും ഇതേപോലെ തന്നെ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് എന്ന് പറഞ്ഞിട്ട് സ്പ്ലിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോ ഇതുപോലെ ആയിരിക്കും സബ് ഗ്രൂപ്പുകൾ വരുന്നത്. സബ് ഗ്രൂപ്പിന്റെ താഴെ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഇക്വിറ്റി, കറണ്ട് ലയബിലിറ്റി, ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ്, ഡയറക്റ്റ് ഇൻകം, ഇൻഡയറക്റ്റ് ഇൻകം. അപ്പൊ നമ്മളുടെ ചാർട്ട് വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അക്കൗണ്ട് ഗ്രൂപ്പുകളെ ആദ്യം മേജർ ഗ്രൂപ്പ് എന്നും സബ് ഗ്രൂപ്പ് എന്നും നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. അക്കൗണ്ട് ഗ്രൂപ്പ്സ് മേജർ ഗ്രൂപ്പ് ആവുക, സബ് ഗ്രൂപ്പ് ആവുക. മേജറിനെയാണ് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അതായിട്ട് ഇപ്പൊ ഷോർട്ട് ആയിട്ട് GCA എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി സബ് ഗ്രൂപ്പിനെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്നാണ് പറയുന്നത്, OCA എന്ന് ഷോർട്ട് ആയിട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഗ്രൂപ്പ് ആൻഡ് ഓപ്പറേറ്റീവ് എന്നുള്ള വാക്കാണ് SAP നമ്മൾ കൂടുതലും കാണാൻ പോകുന്നത്. ഇനി ഈ മേജർ ഗ്രൂപ്പിനെ തന്നെ നെക്സ്റ്റ് സബ് ഡിവിഷൻ ആയിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു രീതിയിലായിരിക്കും ക്ലാസിഫിക്കേഷൻ വരുന്നത്. ബിസിനസ്സിലെ അക്കൗണ്ടുകളെ മേജർ ഗ്രൂപ്പിന്റെ ലെവലിൽ ചിന്തിക്കുകയാണെങ്കിൽ അസറ്റ്, ലൈബിലിറ്റി, എക്സ്പെൻസ്, ഇൻകം എന്ന 4ആയിട്ട് ഡിവൈഡ് ചെയ്യും. അതാണ് മേജർ ഗ്രൂപ്പിന്റെ സബ് ഡിവിഷൻ. ഇനി സബ് ഗ്രൂപ്പിലുള്ള ഡിവിഷൻസ് എന്ന് പറയുമ്പോഴാണ് ആ ഓരോ കാര്യത്തിനും വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തതാണ് സബ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അസറ്റിനെ തന്നെ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്. കറണ്ട് എന്ന് പറയുന്നത് പെട്ടെന്ന് ക്യാഷ് ആക്കി മാറ്റാൻ പറ്റുന്ന സ്വത്തുക്കൾ. അതായത് ഇപ്പൊ നമ്മളുടെ കയ്യിലുള്ള ക്യാഷ് പെട്ടെന്ന് നമുക്ക് ഉപയോഗിക്കാം. ബാങ്കിലുള്ള ക്യാഷ് അതും പെട്ടെന്ന് ഉപയോഗിക്കാം. ഫിക്സ്ഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ പതിയെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് ഒരുപാട് നാള് നമ്മുടെ കമ്പനിയിൽ നിൽക്കുന്ന അസറ്റ് ആണ് ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി ഇക്വിറ്റി എന്ന് പറയുന്നത് ഓണറിന്റെ ഫണ്ട്, അതിനെയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. ഇനി അക്കൗണ്ടിങ്ങില് സെപ്പറേറ്റ് എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായിരുന്നു സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റ് എന്ന് ഓർമ്മയുണ്ടോ? അപർണ, കുറച്ച് നാളായി സെപ്പറേറ്റ് എൻറ്റിറ്റി നമ്മൾ പറഞ്ഞു, ഓർമ്മയുണ്ടോ? എന്താണ് വിവരമുള്ള ആരും ഇല്ല ഇവിടെ? മിഥുനെ, മിഥുനെ എന്താ സെപ്പറേറ്റ് എൻറ്റിറ്റി മറന്നുപോയി? ഏതാ? അഞ്ചിനെന്താ പറയുക? അത് തന്നെ, ആരെങ്കിലും ഓർത്തല്ല അഞ്ചിനെ പറഞ്ഞു. ഓക്കെ. അതായത് ഓണറും ബിസിനസ്സും രണ്ട് വ്യക്തികളാണ്. ബിസിനസ്സിന് ഓണർ കടം കൊടുത്ത പൈസയാണ് ഈ പറഞ്ഞ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഇക്വിറ്റി. അപ്പോ ഓണറിന്റെ ഫണ്ടിനെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്കാണ് ഇക്വിറ്റി ഷെയർ എന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് ഇക്വിറ്റി എന്ന് പറയുന്ന അക്കൗണ്ടില് ഓണറിന്റെ പൈസയായ ക്യാപിറ്റൽ ആയിരിക്കും വരുന്നത്. അപ്പോ ഇത് ലൈബിലിറ്റിയുടെ സബ് ഡിവിഷൻ ആവുന്നത് ഈ സെപ്പറേറ്റ് എൻറ്റിറ്റി കൺസെപ്റ്റിന്റെ ബേസിസിലാണ്. അതായത് ഓണർ കൊടുത്ത ബിസിനസ്സിന് തന്ന പൈസയാണ് ഇക്വിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ഓണറും ബിസിനസ്സും രണ്ട് വ്യക്തികളാണ്. ഓണർ ബിസിനസ്സിന് കടം തന്ന പൈസയായിട്ടാണ് നിക്ഷേപം അല്ലെങ്കിൽ ക്യാപിറ്റലിനെ അക്കൗണ്ടന്റ് എടുക്കുന്നത്. അതുകൊണ്ടാണ് ഇക്വിറ്റി എന്ന് പറയുന്ന ബാധ്യത എന്ന് പറയുന്ന കാര്യത്തിന്റെ അണ്ടറിൽ വരുന്നത്. ഇക്വിറ്റി ഉണ്ട്, പിന്നെ കറന്റ് ലയബിലിറ്റി, പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ബാധ്യതകൾ. ചെലവിനെ തന്നെ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞ് വീണ്ടും രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഫാക്ടറിയിൽ ഉണ്ടാവുന്ന എക്സ്പെൻസ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള എക്സ്പെൻസ്. ഇപ്പൊ ഫാക്ടറിയിലെ ഇലക്ട്രിസിറ്റി, ഫാക്ടറിയിലുള്ള ജോലിക്കാർക്കുള്ള കൂലി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഡയറക്റ്റ് എക്സ്പെൻസ് എന്ന് പറയുന്നത്. ഇനി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എളുപ്പത്തിൽ ഇങ്ങനെ ചിന്തിച്ചാൽ മതി, ഓഫീസായിട്ട് ബന്ധപ്പെട്ട ചെലവുകളൊക്കെ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് എന്നുള്ള രീതിയിൽ ചിന്തിക്കുക. ഏറ്റവും എളുപ്പം അങ്ങനെ ചിന്തിച്ചു പോകുന്നതാണ്. ഇനി ഇൻകത്തിനെ തന്നെ രണ്ടായിട്ട് വീണ്ടും ഡിവൈഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത് ഡയറക്റ്റ് ബിസിനസ്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വരുമാനങ്ങൾ. ഇപ്പോ ഇതൊരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. ഇവിടത്തെ വരുമാനം എന്ന് പറയുന്നത് ഫീസ് ആണ്. ഓക്കെ. അപ്പോൾ സ്റ്റുഡന്റ് ഫീ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ ഡയറക്റ്റ് ഇൻകം. ഇനി ഇവിടെ നിങ്ങളുടെ പഴയ ബുക്കുകളൊക്കെ നിങ്ങൾ ഇവിടെ കളഞ്ഞിട്ട് പോകും. പിന്നെ ഇതുപോലെ ഏതെങ്കിലും ചെയറൊക്കെ ഒടിഞ്ഞു പോകും. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇതൊക്കെ സ്ക്രാപ്പിന് വിൽക്കും. സ്ക്രാപ്പിന് വിൽക്കുമ്പോൾ ഒരു വരുമാനം കിട്ടും, അല്ലെങ്കിൽ കുറച്ച് പൈസ കിട്ടും.
അതിനെയൊക്കെയാണ് ഇൻഡയറക്റ്റ് ഇൻകം എന്ന് പറയുന്നത്. പിന്നെ വേറെ കമ്മീഷൻ പോലുള്ള കുറെ കാര്യങ്ങളൊക്കെ കമ്പനിക്ക് വരും. അതൊക്കെ ഇൻഡയറക്റ്റ് ഇൻകം എന്നുള്ള ക്ലാസിഫിക്കേഷനിലായിരിക്കും വരുന്നത്. ഡയറക്റ്റ് ഒരു ഇൻകം ഉണ്ടാവും, ഇൻഡയറക്ട്ലി നമുക്ക് ബിസിനസ്സിൽ കിട്ടുന്ന കുറെ വരുമാനങ്ങളുണ്ടാവും. ആ രീതിയിലൊന്ന് ചിന്തിക്കാം. അപ്പോൾ ഇങ്ങനെ രണ്ട് ഗ്രൂപ്പുകളാണ് ഉള്ളത്. അപ്പോ അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിൽ ഉണ്ടാവുന്ന അക്കൗണ്ടുകളെ അക്കൗണ്ടന്റ് രണ്ടായിട്ട് വേർതിരിക്കുന്നു. അതാണ് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ആ ഒരു കൺസെപ്റ്റ് ഓക്കെയാണോ? എന്താണ് അക്കൗണ്ട് ഗ്രൂപ്പ് എന്നുള്ളത്? ഓക്കെ, ഇനി ഷമീം അല്ലായിരുന്നു? ഷമീം എവിടെ? ഇപ്പൊ ദേവിയുടെ ലെഫ്റ്റ് സൈഡിൽ ഇരിക്കുന്നത് മുഹ്സിൻ. മുഹ്സിൻ ഓക്കെ ആണ് അക്കൗണ്ട് ഗ്രൂപ്പ്. ഓക്കെ, ഇനി വേറെ ആർക്കെങ്കിലും അക്കൗണ്ട് ഗ്രൂപ്പിന്റെ ഡൗട്ട് ഉണ്ടോ? ഏകദേശം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു PDF കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും. പിന്നെ സിസ്റ്റത്തിൽ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ SAPയിലെ ടാസ്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇത് മുതലായിരിക്കും. ക്രിയേറ്റ് എ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഫോർ യുവർ കമ്പനി. ഓക്കെ, ഇനി സ്ക്രീനിലേക്ക് ഓക്കെ. നിങ്ങളുടെ ഗ്രൂപ്പ് DDRC എറണാകുളം എന്നുള്ള കമ്പനിക്ക് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കുക. അതാണ് നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക്. അപ്പോ ഈ ഒരു ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അതിന് യൂസ് ചെയ്യുന്ന T കോഡാണ് OB13 എന്നുള്ള T കോഡ്. ഓക്കെ, സോ നിങ്ങൾ ചെയ്യേണ്ട സ്റ്റെപ്പ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിക്യൂട്ട് T കോഡ് OB13 എന്നുള്ള T കോഡ് എക്സിക്യൂട്ട് ചെയ്യുക. T കോഡ് റൺ ചെയ്ത് കഴിഞ്ഞാലേ നിങ്ങൾക്ക് ആ ഒരു വിൻഡോയിലേക്ക് എത്താനായിട്ട് പറ്റുള്ളൂ. ജസ്റ്റ് ഇപ്പോൾ OB13 ഒന്ന് എക്സിക്യൂട്ട് ചെയ്യാം. ഇനി T കോഡൊക്കെ അതായത് ഇപ്പോൾ നിങ്ങളോട് ഡെയിലി വന്ന T കോഡ് ബൈ ഹാർട്ട് പഠിക്കാൻ പറഞ്ഞ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണമെങ്കിൽ എനിക്ക് പറ്റും. പക്ഷെ എനിക്ക് അതിന് താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങളത് ചെയ്ത് മനസ്സിലാക്കും. അല്ലാതെ നിങ്ങളത് ബൈ ഹാർട്ട് പഠിച്ചത് ഡെയിലി ഇങ്ങനെ ഉരുവിട്ട് പഠിച്ച് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നുമില്ല. കാരണം ഏതെങ്കിലും ഒരു അപ്ഡേറ്റ് വന്ന് ഈ T കോഡ് ആരെങ്കിലും മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് അതുകൊണ്ട് ഗുണമില്ല. വല്ല മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ ഒക്കെ ആണെങ്കിൽ പിന്നെയും ഓക്കെ, നമുക്ക് പ്രാക്ടിക്കലി ആവശ്യമുണ്ടെന്ന് പറയാം. അല്ലാതെ ഈ T കോഡൊക്കെ ഇതൊക്കെ സോഫ്റ്റ്വെയറിന്റെ കാര്യങ്ങളാണ്, ആരെങ്കിലും ഒക്കെ മാറ്റും. പിന്നെ നിങ്ങൾക്ക് ആവശ്യമുണ്ട്, നിങ്ങളൊരു കമ്പനിയിൽ SAPയുടെ തന്നെ ഒരു കമ്പനിയിൽ വർക്കിന് പോവുകയാണെങ്കിൽ ഈ T കോഡൊക്കെ ഒന്ന് നോക്കിയിട്ട് പോകണം. കാരണം ചിലപ്പോൾ അവര് ഈ T കോഡ് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിക്കും. അപ്പൊ അതിന്റെ പർപ്പസ് എന്താണ് എന്നുള്ള കാര്യം ഈ T കോഡുകളൊക്കെ അത് നിങ്ങൾ യൂസ് ചെയ്ത് മനസ്സിലാവും, പഴകും ഈ ഒരു സോഫ്റ്റ്വെയർ ആയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പൊ ഈ T കോഡ് ഒന്നും ഞാൻ ബൈ ഹാർട്ടിരുന്ന് പഠിച്ചതല്ല. അതായത് ഡെയിലി യൂസ് ചെയ്യുന്നതുകൊണ്ട് ഈ സംഭവങ്ങളൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുക, മാക്സിമം സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുക, ശരിയായി. ഓക്കെ, അപ്പൊ OB13 എന്നുള്ള T കോഡ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള വിൻഡോയിലേക്കായിരിക്കും വരുന്നത്. ഇവിടെ സാധാരണ നിങ്ങൾ ചെയ്യുന്ന പോലെ ഒരു പുതിയ കാര്യത്തിനെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഓക്കെ, അതായത് ഇവിടെ ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഒരു ബ്ലാങ്ക് പേജ് ആയിരിക്കും വരുന്നത്. അപ്പൊ നിങ്ങളുടെ കമ്പനിയിലുള്ള മേജർ ഗ്രൂപ്പ് ആണ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ മേജർ ഗ്രൂപ്പിന് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കാം. പക്ഷെ കൊടുക്കുന്ന കോഡുകൾ നിങ്ങൾ മറന്നു പോകും, അതുകൊണ്ട് എഴുതി വെക്കാം. ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടൊന്ന് നോട്ട് ചെയ്യാം. ഇനിയിപ്പോ തൽക്കാലം DDLG എന്ന് പറഞ്ഞ കോഡാണ് ഞാനിപ്പോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പോ അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ വേറെ ഏതെങ്കിലും കോഡ് യൂസ് ചെയ്യാം. ഗ്രൂപ്പും വേണം, അതേപോലെ തന്നെ ഓപ്പറേറ്റീവ് വേണം. ഓക്കെ, ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഡ് DDLGയും DDLOയും ആണ്. നോക്കാം പറ്റുമെന്ന്. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറയുന്ന ഏരിയയിൽ നിങ്ങൾ ഏത് കോഡാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഡ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇതാണ് എൻ്റെ ഗ്രൂപ്പിന് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന കോഡ്. ഇനി ഡിസ്ക്രിപ്ഷൻ DDRC EKM എറണാകുളം ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞൊരു പേര് കൊടുത്തു. പിന്നെ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാവുന്ന ഒരു ലാംഗ്വേജ് എന്നെയും ഇംഗ്ലീഷാണ്. അപ്പൊ അതുകൊണ്ട് ഇംഗ്ലീഷ് കൊടുത്തു.
ഇനി ലെങ്ത് ഓഫ് GL അക്കൗണ്ട് നമ്പർ അതെന്താണെന്ന് കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ലെഡ്ജറിന് ഉണ്ടാക്കുമ്പോൾ മാക്സിമം എത്ര അക്കങ്ങൾ വേണം. തൽക്കാലം 06 എന്നുള്ള ഒരു നമ്പറാണ് കൊടുക്കുന്നത്. ഇനി 1 മുതൽ 10 വരെയുള്ള കോഡുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിന്റെ ആവശ്യം വരുന്നത് നമ്മൾ അക്കൗണ്ടുകൾ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ 6 കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ടിന് മിനിമം 6 അക്കങ്ങൾ ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് അത് എത്ര വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പോ 6 കൊടുത്തു എന്ന് വെച്ച് നിങ്ങൾക്ക് ഇഷ്ടംപോലെ കൊടുക്കുക. പിന്നെ കുറെ നമ്പറൊക്കെ ഇങ്ങനെ വന്നു കഴിയുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കാണാൻ ഒരു വൃത്തി ഉണ്ടാവില്ല. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കമ്പനിയുടെ നോക്കുമ്പോൾ ഇപ്പോ ഇതിലൊന്നും അധികം ഡാറ്റാസ് ഇല്ല. ഇതിലൊക്കെ ഏകദേശം മാറുന്നത്. ഓക്കെ, ചില സെർവറിൽ ഈ 1000 എന്ന് പറഞ്ഞ ഒരു കമ്പനി എല്ലാ SAP സെർവറിലും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ചില സെർവറിൽ ഇതിങ്ങനെ ഒരു 000 ഇങ്ങനെ കുറെ ഫിൽ ആയിട്ട് പോകും. അപ്പൊ അത് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. എസ്പെഷ്യലി നിങ്ങൾ ഒരു ഫ്രഷർ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കുറെ നമ്പറൊക്കെ കാണുമ്പോൾ ആദ്യം തന്നെ ഒരു കൺഫ്യൂഷൻ അടിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ചെറിയ നമ്പർ കൊടുക്കുക. മാക്സിമം ലെങ്ത് ഒരു 6 ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആയിരിക്കും എളുപ്പം. ഓക്കെ, ഇനി ഇവിടെ കോസ്റ്റ് എലമെന്റ് എന്ന് പറയുന്ന ഒരു സെറ്റിംഗ് ഉണ്ട്. അത് നമ്മൾ കൺട്രോളിങ് കോൺഫിഗറേഷൻ പറയുമ്പോൾ പറഞ്ഞു പോവാം. തൽക്കാലം അത് അതേപോലെ തന്നെ കിടന്നോട്ടെ. ഈ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടും അതേപോലെ തന്നെ വെക്കാം. ഓക്കെ, അപ്പൊ ന്യൂ എൻട്രീസ് കൊടുത്ത് ഡാറ്റാസ് ഒക്കെ ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സ്ക്രീൻ സേവ് ചെയ്യാം. ഇനി SAP നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് ഇടക്ക് ചിലപ്പോൾ സെർവർ ഡിസ്കണക്ട് ആയി പോവാം. ഇടക്ക് ഇതേപോലെ സെർവർ ടോട്ടല് കണക്ട് ആവാതെയും വരാം. ഓക്കെ, ഇനി സ്ക്രീൻ ജസ്റ്റ് നോക്കി. നമ്മളിപ്പോ ആദ്യം ക്രിയേറ്റ് ചെയ്തതാണ് ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. ഇനിയിപ്പോ നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അടുത്തതായിട്ട് ക്രിയേറ്റ് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ്. ഓക്കെ, ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടും OB13 എന്നുള്ള T കോഡ് യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. സ്ക്രീൻ ലോക്കിങ് വരും ഇപ്പൊ ഇത് ചെയ്യുമ്പോൾ. ഓക്കെ, ഇപ്പൊ കുറച്ചു മുമ്പ് ഞാൻ ചെയ്ത ഗ്രൂപ്പ് സേവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യണം. ഓക്കെ, അപ്പൊ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അതിന്റെ സ്ക്രീൻഷോട്ട് അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ഈ സ്ക്രീൻഷോട്ട് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. അപ്പൊ സ്ക്രീൻഷോട്ട് റെഫറൻസ് ആയിട്ട് എടുത്തിട്ട് സിസ്റ്റത്തിൽ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടത് ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ്. സെയിം T കോഡ് തന്നെ. അല്ലാന്നുണ്ടെങ്കിൽ ഇവിടെ നെക്സ്റ്റ് എൻട്രി എന്ന് പറഞ്ഞ ഓപ്ഷൻ കിടപ്പുണ്ടാവും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബ്ലാങ്ക് പേജ് വരും. ഇനി ഏത് കോഡാണോ നിങ്ങൾ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ കോഡ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. പേര് ഗ്രൂപ്പ് എന്നുള്ളത് മാറ്റിയിട്ട് ഓപ്പറേറ്റീവ് എന്നാക്കാം. ബാക്കി കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. എക്സെപ്റ്റ് ഒരു കാര്യം, ഓപ്പറേറ്റീവ് എന്ന് പറയുന്നത് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് വരുന്നത്. അതായത് മേജർ ഗ്രൂപ്പിന്റെ താഴെയാണ് സബ് ഗ്രൂപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ കൺസോളിഡേഷൻ എന്നുള്ള ഒരു സ്പേസ് ഉണ്ട്. കഴിഞ്ഞ സിറ്റുവേഷൻ ഇത് ബ്ലാങ്ക് ആയിട്ടാണ് ലീവ് ചെയ്തത്. ഇവിടെ ഈ ഓപ്പറേറ്റീവ് അതായത് DDLO എന്ന് പറഞ്ഞ കോഡ് DDLG എന്ന് പറഞ്ഞ കോഡിന്റെ താഴെയാണ് വരുന്നത്. അപ്പൊ അതിനായിട്ടാണ് ഇവിടെ ഏത് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് ഇത് വരുന്നത് എന്ന് കൊടുക്കാനുള്ള സ്പേസ് ആണ് ഇത്. അപ്പൊ ഇവിടെ ഒന്ന് സെർച്ച് ചെയ്യാം.
സെർച്ച് ചെയ്തിട്ട് ഈ ഡ്രോപ്പ് ഡൗൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്ന് എക്സ്പാൻഡ് ആയിട്ട് വരും. അവിടെ നിങ്ങളുടെ ഗ്രൂപ്പിന്റെ കോഡ് ടൈപ്പ് ചെയ്ത് എൻ്റർ കീ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനെ സിസ്റ്റം കണ്ടുപിടിച്ച് തരും. ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കോഡ് ഇവിടെ ഫില്ല് ചെയ്ത് തരും. ഇനി അങ്ങനെ സെർച്ച് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് ടൈപ്പ് ചെയ്ത് കൊടുത്താലും മതി. കോഡ് നിങ്ങൾ എഴുതി വെച്ച് ഓർമ്മയുണ്ടെങ്കിൽ അങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഓക്കെ, ക്ലിക്ക് ന്യൂ എൻട്രീസ്. ഓക്കെ, OB13 ആണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ന്യൂ എൻട്രീസ് കൊടുക്കുക, പിന്നെ ഇതേപോലെ ഡാറ്റ കൊടുക്കുക. ഇനി ഡാറ്റ ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരേ ഒരു കാര്യം ഇതാണ്, ഇവിടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡാണ് കൊടുക്കേണ്ടത്. ആ കോഡ് തന്നെ കൊടുക്കണം, ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാൻ പാടില്ല. കഴിഞ്ഞ സിറ്റുവേഷനിൽ അത് ബ്ലാങ്ക് ആയിരുന്നു, അതാണ് വ്യത്യാസം. നമുക്കത് ഡിഫറൻസ് ആണ്, അതൊക്കെയാണെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഗ്രൂപ്പും ഓപ്പറേറ്റീവും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ചെയ്യാം. അങ്ങനെ ഗ്രൂപ്പും ഓപ്പറേറ്റീവും സേവ് ആയി. ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ എടുത്തത്. ഇനിയിപ്പോ നെക്സ്റ്റ് നമ്മൾക്ക് ചെയ്യേണ്ട കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് അസൈൻമെന്റ് ആണ്. അസൈൻ കമ്പനി കോഡ് ടു ചാർട്ട് ഓഫ് അക്കൗണ്ട്. മൂന്നാമത്തെ സ്റ്റെപ്പ് ഇത് വരും. ഓക്കെ, അപ്പോൾ ടി കോഡ് ഇതാണ്, OB62 ഇതാണ് ടി കോഡ്. ഇനി ഈ ഒരു സ്റ്റെപ്പിൽ നമ്മളിപ്പോ ചെയ്യുന്ന കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കുള്ളത് എന്താണ്? കമ്പനി കോഡ് DDRC എറണാകുളം. DDRC എറണാകുളത്തിന്റെ അകത്താണ് അക്കൗണ്ടുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ആ അക്കൗണ്ടുകളെ തന്നെ നമ്മൾ മേജർ സബ് എന്നൊക്കെ പറഞ്ഞ് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ഇതില് ഏത് കോഡിനെ അസൈൻ ചെയ്യണം എന്നുള്ളതാണ് നെക്സ്റ്റ് ഇനിയുള്ള പ്രശ്നം. നമുക്ക് ഇവിടെ രണ്ട് കോഡുണ്ട്, ഒരു മേജർ ഗ്രൂപ്പിന്റെ കോഡുണ്ട്, ഒരു സബ് ഗ്രൂപ്പിന്റെ കോഡുണ്ട്. ഇനി നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഓപ്പറേറ്റീവ് ക്രിയേറ്റ് ചെയ്ത സമയത്ത് ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഈ ഓപ്പറേറ്റീവ് ഗ്രൂപ്പിന്റെ അണ്ടറിലാണ് എന്ന് പറഞ്ഞിട്ടാണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഎഫക്റ്റീവ് ആയിട്ട് ഇതെല്ലാനും ഇതിങ്ങനെ ലിങ്ക് ആയിട്ട് കിടക്കുകയാണ്. ഈ ഗ്രൂപ്പും ഓപ്പറേറ്റീവും നമ്മൾ ഉണ്ടാക്കുമ്പോൾ തന്നെ പരസ്പരം ലിങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ അതിന് സെപ്പറേറ്റ് അസൈൻമെന്റ് ഇല്ല, സെപ്പറേറ്റ് അസൈൻമെന്റ് സ്റ്റെപ്പ് ഇല്ല. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഓപ്പറേറ്റീവിന്റെ കോഡ് ഉണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പോകുന്നതും ഓപ്പറേറ്റീവിന്റെ കോഡായിരിക്കും. ഈ ഓപ്പറേറ്റീവിനെ ഈ കമ്പനി കോഡായിട്ട് ലിങ്ക് ചെയ്യും. അപ്പോൾ കമ്പനി കോഡ് മെയിൻ കമ്പനി ആയിട്ട് ലിങ്ക് ആയിട്ട് കിടക്കുകയാണ്. അപ്പൊ ഇൻഎഫക്റ്റീവ് സംഭവിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടി ഒറ്റ കളറാകും, അതായത് എല്ലാം കൂടി ഒറ്റ കുട കീഴിലാകും. അങ്ങനെയാണ് അസൈൻമെന്റ് സംഭവിക്കുന്നത്. അപ്പൊ നമ്മളിവിടെ അസൈൻ ചെയ്യുന്നത്, സോ യു വിൽ ഹാവ് ടു അസൈൻ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ് ടു കമ്പനി കോഡ്. കമ്പനി കോഡിലേക്കാണ് അസൈൻ ചെയ്യേണ്ടത്, മെയിൻ കമ്പനി കോഡിലേക്കല്ല. നിങ്ങളുടെ കോഡുകൾ രണ്ടും രണ്ടാണെങ്കിൽ കോഡ് മാറ്റി കൊടുക്കും. അതായത് ഈ സിറ്റുവേഷനിൽ DDRC എറണാകുളം എന്നുള്ള കമ്പനി കോഡിലേക്കാണ് അസൈൻ ചെയ്യേണ്ടത്. ഓക്കെ, ഇനി അസൈൻമെന്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ OB62 എന്നുള്ളതായിരുന്നു ടി കോഡ്. /OB62 എക്സിക്യൂട്ട് ചെയ്തു. ഇതാണ് OB62ന്റെ വിൻഡോ. ഈ വിൻഡോയില് എത്തിക്കഴിയുമ്പോൾ ഇവിടെ പല കമ്പനി കോഡുകൾ കാണും. ഇപ്പൊ നിങ്ങൾക്ക് തന്നെ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും, ഇവിടെ SAP സെർവറിൽ ആർക്ക് വേണമെങ്കിലും കമ്പനി ക്രിയേറ്റ് ചെയ്യുക, കാരണം ഇത് ട്രെയിനിങ് സെർവർ ആണ്. അപ്പോ നിങ്ങളുടെ കമ്പനി കോഡിലേക്ക് എത്താനുള്ള സഹായമാണ് ഈ പൊസിഷൻ എന്ന് പറയുന്ന ബട്ടൺ. ഓക്കെ, അപ്പൊ ചെയ്യേണ്ടത് ക്ലിക്ക് പൊസിഷൻ ആൻഡ് സെർച്ച് ഫോർ യുവർ കമ്പനി കോഡ്. പൊസിഷൻ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ കമ്പനി കോഡിനെ സെർച്ച് ചെയ്യാം. അതായത് ഇവിടെ ഇപ്പൊ സെർച്ച് ചെയ്യേണ്ടത് എന്റെ DDRCയുടെ കോഡ് ഇതാണ്, DDLB എന്ന് പറയുന്നതാണ് എന്റെ കോഡ്. ഓക്കെ, അപ്പോ ഇവിടെ DDLB എന്ന് പറഞ്ഞ കോഡിനെ സെർച്ച് ചെയ്തപ്പോ എന്റെ DDRC എറണാകുളം കണ്ടു. ഓക്കെ, അപ്പൊ നിങ്ങളുടെ കോഡ് ഏതാണെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ധാരണ ഉണ്ടാവണം, അല്ലാതെ വല്ലവന്റെയും കോഡിൽ പോയിട്ട് ചെയ്യരുത്. ഇന്നലെ പലർക്കും അസൈൻമെന്റ് മാറിപ്പോയത് അങ്ങനെയാണ്. അതായത് സ്വന്തം കോഡ് എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയാം. ഓക്കെ,
ഇനി ഇതിന് നേർക്ക് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ഉള്ള ഒരു സ്പേസ് കിടപ്പുണ്ടാവും. അതിൽ നിങ്ങളുടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക. എന്റെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഇതാണ്, TDLO. അപ്പോൾ അത് ഇവിടെ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുത്തു. ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ഉണ്ട്, പിന്നെ കൺട്രി ചാർട്ട് ഓഫ് അക്കൗണ്ട് എന്ന് പറയുന്ന എക്സ്ട്രാ ഒരു ചാർട്ട് ഓഫ് അക്കൗണ്ട് കൂടെ നമുക്ക് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. പക്ഷെ അത് മെയിൻ ആയിട്ടും പല പല രാജ്യങ്ങളിൽ കമ്പനീസ് ഉള്ള SAP സെർവർ പല രാജ്യങ്ങളിൽ ബ്രാഞ്ചസ് ഉള്ള കമ്പനീസ് ആണ് മെയിൻറ്റെയിൻ ചെയ്യാറ്. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുമ്പോൾ ജസ്റ്റ് ഇന്ത്യൻ കമ്പനി എന്നുള്ള രീതിയിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ഒറ്റ കമ്പനി. ഓക്കെ, അപ്പോൾ ഒരൊറ്റ ചാർട്ട് ഓഫ് അക്കൗണ്ട്സേ നമുക്കുള്ളൂ, ഈ ഒരു ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്ന കാര്യം, നമ്മളുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട്സിന് ഇവിടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഓക്കെ, ഇവിടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ് കൊടുക്കേണ്ടത്. സോ സ്പെസിഫൈ യുവർ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് സേവ്. നിങ്ങളുടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് കൊടുക്കുക, സേവ് ചെയ്യാം. ഇത്രയും കാര്യമുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് സ്ക്രീൻ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഓക്കെ, ഈ രണ്ട് കാര്യങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കമ്പനിയിൽ ഈ ഒരു രീതിയിലായിരിക്കും അസൈൻമെന്റ് കിടക്കുന്നത്. ഇതെല്ലാം കൂടി ഒറ്റ കളറാവും. ഇനി ഇതിനിടക്ക് കിടക്കുന്ന ഈ ബിസിനസ് ഏരിയ എന്ന് പറയുന്നത് ഇപ്പോഴും വൈറ്റ് കളറിൽ തന്നെയാണ് കിടക്കുന്നത്, കാരണം അത് ലിങ്ക് ചെയ്തിട്ടില്ല. അതൊരു ബിസിനസ് ഏരിയ എന്ന് പറയുന്ന സ്ട്രക്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെയായിരിക്കും SAP-യിൽ ഉണ്ടാവുന്നത്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക, ആവശ്യമില്ലെങ്കിൽ ഉപയോഗിക്കേണ്ട, ആ ഒരു രീതിയിലാണ് SAP-യിൽ ബിസിനസ് ഏരിയനെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ടോട്ടല് എന്റർപ്രൈസ് സ്ട്രക്ചറിൽ 6 സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഒരു സ്റ്റെപ്പാണ്, അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് പറയുന്ന സെറ്റിംഗ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ന് ചെയ്യുന്ന 4ാമത്തെ സ്റ്റെപ്പും ഇന്ന് ചെയ്യേണ്ട ലാസ്റ്റ് സ്റ്റെപ്പ് തന്നെ ആയിരിക്കും. അക്കൗണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കുക. ഈ ഒരു ഫോർമാറ്റിലാണ് അക്കൗണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കേണ്ടത്. ഇനി എന്താണ് അക്കൗണ്ട് ഗ്രൂപ്പ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്ന് നമ്മളുടെ ക്ലാസിന്റെ സ്റ്റാർട്ടിങ്ങിൽ ഞാൻ ഇങ്ങനെ ഒരു ചാർട്ട് വരച്ചിട്ടാണ് തുടങ്ങിയത്. അക്കൗണ്ട് ഗ്രൂപ്പിനെ തന്നെ ഇങ്ങനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തു, മേജർ സബ്. അത്ര മാത്രമാണ് നമ്മൾ ഇതുവരെ ഇപ്പൊ ചെയ്തിട്ടുള്ളത്. കോഡ് കൊടുത്തു, മേജർ ഗ്രൂപ്പ് ഉണ്ടാക്കി, കോഡ് കൊടുത്തു, സബ് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഇനി ഇതിന്റെ താഴെ എന്തൊക്കെയാണ് വരുന്നത്? മേജർ ഗ്രൂപ്പിന് താഴെ അസറ്റ് ഉണ്ടാകും, ലയബിലിറ്റി ഉണ്ടാവും, എക്സ്പെൻസ് ഉണ്ടാവും, ഇൻകം ഉണ്ടാവും. സബ് ഗ്രൂപ്പിന്റെ താഴെ കറണ്ട് അസറ്റ്, ഫിക്സ്ഡ് അസറ്റ്, ഇക്വിറ്റി, ലയബിലിറ്റി, അങ്ങനെ ഇങ്ങനെയുള്ള ഡിവിഷൻ ഉണ്ട് എന്നുള്ള സെറ്റിംഗ് നമ്മൾ ഇപ്പൊ ചെയ്ത പോലെ ഒരു കോഡായിട്ട് SAP-യിൽ സേവ് ചെയ്ത് കൊടുക്കണം. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി ആ ഒരു സ്റ്റെപ്പ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള ഒരു എക്സൽ ഡാറ്റാബേസ് ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇവിടെ ഇപ്പോ എന്റെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ടിന്റെ കോഡ് എന്ന് പറയുന്നത് DDLG ആണ്. ഓക്കെ, DDLGക്ക് താഴെ അസറ്റ് ഉണ്ടാക്കണം, ലയബിലിറ്റി ഉണ്ടാക്കണം, എക്സ്പെൻസ് ഉണ്ടാക്കണം, ഇൻകം ഉണ്ടാക്കണം. ഇനി ഇതിന്റെ സൈഡിൽ ഒരു നമ്പർ ഇവിടെ കിടക്കുന്നുണ്ട്, 1 to 500, 500 and 1 to 1000. അപ്പൊ ഇവിടെ ഉള്ള നമ്പർ ഒരിക്കലും ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. ആ രീതിയിലാണ് ഒരു സീരീസ് ആയിട്ടാണ് ഇങ്ങനെ നമ്പർ കൊടുക്കുന്നത്. ഇത് നിങ്ങളൊരു അറകൾ അല്ലെങ്കിൽ ഷെൽഫ് ആയിട്ട് സങ്കല്പിച്ചാൽ മതി. അതായത് അസറ്റിനെ ഉൾക്കൊള്ളാനായിട്ട് 1 മുതൽ 500 വരെയുള്ള കോഡുകൾ നമുക്ക് യൂസ് ചെയ്യാം. ലൈബിലിറ്റീസിന് 501 to 1000, എക്സ്പെൻസിന് 1001 to 1500. അപ്പൊ തൽക്കാലം നിങ്ങള് ഗ്രൂപ്പിന്റെ താഴെയുള്ള സബ് ഡിവിഷൻസ് ആണ് ഇതെന്ന് മനസ്സിലാക്കുക. പിന്നെ ഇതിപ്പോ ജസ്റ്റ് ഒരു റേഞ്ച് അല്ലെങ്കിൽ ഒരു സീരീസ് ഇങ്ങനെ കൊടുത്തു, ഒരു ശ്രേണി കൊടുത്തു എന്നുള്ള രീതിയിൽ ചിന്തിക്കാം. ഇതിന്റെ പർപ്പസ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത ഒരു 2 സ്റ്റെപ്പ് കഴിഞ്ഞിട്ടായിരിക്കും ഇതിന്റെ പർപ്പസിലേക്ക് കടക്കുന്നത്. തൽക്കാലം ഇത് ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കത് പിന്നീട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു ഇതെന്താണ് സംഭവം എന്നുള്ളത്. ഓക്കെ, ഇനി DDLO എന്നുള്ളതാണ് എന്റെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട്. അതങ്ങോട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീനിൽ കാണാൻ പറ്റുന്നത് ഫസ്റ്റ് കോളത്തിൽ ഞാനിവിടെ ഗ്രൂപ്പ് അല്ലെങ്കിൽ ചാർട്ട് ഓഫ് അക്കൗണ്ട്സ് എന്നുള്ള കാര്യമുണ്ട്. അതിൽ എന്റെ ഗ്രൂപ്പ് ചാർട്ടിന്റെ കോഡ് കൊടുത്തു.
നെക്സ്റ്റ് അസറ്റ് ഗ്രൂപ്പ് സോറി അക്കൗണ്ടിങ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ലെറ്റർ കോഡ്, അതായത് അസറ്റിനെ ഞാനിവിടെ ഷോർട്ട് ആക്കിയിട്ട് AST എന്ന് എഴുതി, ലയബിലിറ്റീനെ LIA, എക്സ്പെൻസിന് എക്സ്പെൻസ്, അത്രയും കാര്യമുള്ളൂ. ഷോർട്ട് ആക്കി എഴുതി, അത്രേ ഉള്ളൂ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കോഡ് കൊടുക്കുക. അതായത് ഇപ്പൊ ഇതിന് പകരം നിങ്ങൾക്ക് അസറ്റിന് 001 എന്നുള്ള കോഡ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക. ഇതൊക്കെ കോഡ് കൊടുക്കുന്നത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ്. പക്ഷെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കാണാൻ. അതായത് ഇത് അസറ്റ് ആണ്, ഇത് ലൈബിലിറ്റി ആണ് എന്ന് നിങ്ങൾക്ക് കോഡ് വെച്ചിട്ട് തന്നെ തിരിച്ചറിയാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ കോഡ് കൊടുക്കുക. ഇനി ഈ കോഡ്, അതായത് ഇപ്പൊ ഞാൻ AST എന്നുള്ള കോഡ് ഉപയോഗിച്ച്, ഇപ്പൊ റോബിക്ക് AST എന്ന് പറഞ്ഞ കോഡ് ഉപയോഗിക്കാൻ പറ്റില്ല. സാധാരണ എങ്ങനെയാണ്, ഒരാൾ ഒരു കോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ വേറെ ഒരാൾക്ക് ആ കോഡ് ഉപയോഗിക്കാൻ പറ്റില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഇതേ കോഡ് തന്നെ യൂസ് ചെയ്യാം. അതായത് അസറ്റ് ഈ AST ക്രിയേറ്റ് ചെയ്യുന്നത് എന്റെ ഗ്രൂപ്പ് ചാർട്ടിന്റെ അണ്ടറിലാണ്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ, അതായത് ഇപ്പൊ റോബിയുടെ ഗ്രൂപ്പിന്റെ കോഡ് RBAG എന്നാണെങ്കിൽ റോബി ഉണ്ടാക്കുന്നത് RBAGയുടെ അണ്ടറിലുള്ള AST ആയിരിക്കും. അപ്പൊ ഡ്യൂപ്ലിക്കേഷൻ എറർ വരില്ല, നിങ്ങൾക്കും ഒരേ കോഡ് തന്നെ യൂസ് ചെയ്യാം. അപ്പോ അതുകൊണ്ട് ഇതിന്റെ സ്ക്രീൻഷോട്ട് ഞാൻ ഈ നോട്ടിന്റെ അകത്തേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് ഈ ഒരു സ്റ്റെപ്പിന്റെ സ്റ്റാർട്ടിങ് ഇങ്ങനെയാണ് ഉണ്ടായിരുന്നത്. 4th സ്റ്റെപ്പിലാണ് എത്തി നിന്നത്. ഡിഫൈൻ അക്കൗണ്ട് ഗ്രൂപ്പ് ബേസ്ഡ് ഓൺ ദ ഫോളോയിങ് ഫോർമാറ്റ്. ഈ ഒരു ഫോർമാറ്റ് അനുസരിച്ചാണ് നിങ്ങൾ അക്കൗണ്ടിങ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കേണ്ടത്. ഇനി ആ അക്കൗണ്ടിങ് ഗ്രൂപ്പിൽ ഇവിടെ ഇപ്പൊ കാണുന്നത് DDLG, DDLO എന്നാണ്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് സബ്സ്റ്റിറ്റ്യൂട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാറ്റുക. അതായത് ഇപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് DDLG with your group chart of account code. DDLG എന്ന് പറയുന്ന കാര്യത്തിനെ നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കോഡായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതായത് ഇപ്പൊ എന്റെ സ്ക്രീനിൽ DDLG എന്ന് കാണുന്നത് നിങ്ങൾ ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കോഡ് ഏതാണോ അത് ടൈപ്പ് ചെയ്യുക. അതായത് ഇപ്പൊ സനുവിന്റെ കോഡ് SNAG എന്നാണെങ്കിൽ SNAG, പിന്നെ AST അസറ്റ് 1,500, അങ്ങനെ അങ്ങനെ ടൈപ്പ് ചെയ്ത് പോവാം. അത് ക്ലിയർ ആണോ? ഓക്കെ, അതേപോലെ തന്നെ ചെയ്യാം. അപ്പോ DDLG നിങ്ങളുടെ ഗ്രൂപ്പ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കോഡ് കൊടുക്കുക. ഇനി അതേപോലെ തന്നെ DDLO എന്നുള്ള കോഡ് ഉണ്ടാവും, അത് നിങ്ങളുടെ ഓപ്പറേറ്റീവ് ചാർട്ട് ഓഫ് അക്കൗണ്ട് കോഡ് വെച്ച് ചെയ്യാം. ഓക്കെ, അതാണ് ഇപ്പൊ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അത് നിങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലായിക്കോളൂ, അത് സ്വന്തമായിട്ട് കണ്ടുപിടിക്കും. 810 ഞാൻ ചെയ്യുമ്പോൾ ഇതൊരു 2 സെക്കൻഡ് ഒക്കെ എടുക്കുള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ 2 മിനിറ്റ് എടുക്കും. ആ 2 മിനിറ്റ് അതിനിടയ്ക്ക് ചിലപ്പോൾ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അത് സ്വന്തമായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക എന്തൊക്കെയാണ് പ്രശ്നം. ഓക്കെ, അപ്പോ ഇവിടെ യൂസ് ചെയ്യേണ്ട ടി കോഡ് ഇതാണ്. അക്കൗണ്ട് ഗ്രൂപ്പ് OBD4 എന്നുള്ള ടി കോഡാണ്. ആ ടി കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഫോർമാറ്റ് അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ജസ്റ്റ് ആദ്യം സ്റ്റാർട്ടിങ്ങിൽ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി അതിന്റെ അകത്ത് നമുക്ക് സ്റ്റെപ്പ് എഴുതാം. എക്സിക്യൂട്ട് ടി കോഡ് OBD4 എക്സിക്യൂട്ട് ചെയ്യാം. അതായത് OBD4 എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പേജ് വരും. ഇവിടെ മറ്റുള്ള ആൾക്കാർ അവരുടെ കമ്പനിയുടെ അക്കൗണ്ട് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അതായത് ഇപ്പൊ നിങ്ങൾ വേറെ ആരുടെയും കമ്പനി മൈൻഡ് ചെയ്യാത്ത പോലെ ഇത് വേറെ ആരുടെയെങ്കിലും ഉണ്ടായിരുന്നു, ഇഗ്നോർ ചെയ്തേക്കാം. നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിന്ന് ന്യൂ എൻട്രീസ് എന്നുള്ള ഓപ്ഷൻ കിടപ്പുണ്ടാവും. ആ ന്യൂ എൻട്രീസ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. സോ ക്ലിക്ക് ന്യൂ എൻട്രീസ് ക്ലിക്ക് ചെയ്യുക. ഒരു ബ്ലാങ്ക് പേജ് വരും. നിങ്ങളുടെ കമ്പനിയുടെ ചാർട്ട് ഓഫ് അക്കൗണ്ട് ആണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഓക്കെ, ന്യൂ എൻട്രീസ് ആൻഡ് ഫിൽ ദ ഡാറ്റ ആസ് പെർ ദ എബവ് ടേബിൾ. അതായത് ഇതിന്റെ മുകളിൽ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്, അതാണ് ഈ ഒരു ടേബിൾ. ഈ ടേബിൾ നോക്കിയിട്ട് ന്യൂ എൻട്രീസിന്റെ ബ്ലാങ്ക് പേജിൽ ഫില്ല് ചെയ്യാം. അതാണ് നിങ്ങളുടെ ടാസ്ക്. ഓക്കെ, ഇനിയിപ്പോ എന്റെ സിസ്റ്റത്തിൽ ഇപ്പൊ തൽക്കാലം എനിക്ക് ചെയ്യാൻ എളുപ്പത്തിന് ഇതെല്ലാം കൂടി എക്സൽ ആക്കി വെച്ചിട്ടുണ്ട്.
എനിക്ക് ഇങ്ങനെ കോപ്പി പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യം കിട്ടും. നിങ്ങൾ ടൈപ്പ് ചെയ്യണം. ഓക്കെ. ഇനി വേണമെങ്കിൽ ചിലപ്പോ ഇതെല്ലാം കൂടി ഞാനിപ്പോ ഒരു PDF ആക്കിയിട്ടായിരിക്കും അയക്കുന്നത്. അതായത് ഈ ഒരു ഇമേജ് എല്ലാം കൂടി ഈ ഒരു വേർഡ് ഫയൽ ഒരു PDF ഡോക്യുമെന്റ് ആയിട്ടായിരിക്കും ഞാൻ നിങ്ങൾക്ക് വാട്സാപ്പിൽ അയക്കുന്നത്. നിങ്ങളത് വാട്സാപ്പ് വെബ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെയും നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് അല്ലെങ്കിൽ നിങ്ങൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്യേണ്ടി വരും. ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കുറച്ചു മുമ്പ് എനിക്ക് ഉണ്ടായ ഒരു സംഭവമാണ്. SAP സെർവർ ഇങ്ങനെ വെറുതെ കുറെ നേരം ഇങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ സെർവർ നമ്മളെ തനിയെ ലോഗ് ഔട്ട് ചെയ്ത് കളയും. അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ട് ടൈപ്പ് ചെയ്ത് ഈ പകുതി എത്തിക്കഴിയുമ്പോഴായിരിക്കും ടൈം ഔട്ട് ആവുന്നത്. അപ്പൊ എന്ത് ചെയ്യണം? വീണ്ടും ആദ്യം മുതൽ ടൈപ്പ് ചെയ്യേണ്ടി വരും, കാരണം സേവ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ. അപ്പോ നിങ്ങൾ സ്മാർട്ട് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തീർക്കാം, പെട്ടെന്ന് പോകാം. അല്ലെങ്കിൽ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇരിക്കാം. ഓക്കെ. ഏത് വേണമെന്ന് നിങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ ഇന്നിപ്പോ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഓക്കെ, ഇനി നെക്സ്റ്റ് റീറ്റെയിൻ ഏർണിങ്സ് അക്കൗണ്ട് ഒക്കെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ചെയ്യാം. ഇന്നിപ്പോ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാം കൂടി ഞാൻ ഈ ഒരു വേർഡ് ഫയൽ ആക്കിയിട്ട് 29 മെയ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഗ്രൂപ്പിലേക്ക് അയച്ചു തരാം. നീരജിന്റെ കുറെ ഉണ്ട്. ഓക്കെ. ഓക്കെ. അപ്പോ അതെല്ലാം കൂടി ചെയ്യാം. അപ്പൊ നിങ്ങൾ ലാബിലേക്ക് പോകും, ഒരു ബ്രേക്ക് ഒക്കെ എടുത്തിട്ട് ലാബിലേക്ക് പോകും, എന്നിട്ട് സമാധാനമായിട്ട് ചെയ്യും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നിങ്ങൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇറങ്ങിക്കും. അതായത് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊന്നും ഇട്ടു, കിട്ടാതെ പോരുത് കേട്ടോ. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ വരണം.